അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഇത്തവണ ഭിന്നലിംഗക്കാർക്ക് പ്രത്യേക സൗകര്യമൊരുക്കുകയും അവരെ മറ്റുള്ള എല്ലാ ഡെലിഗേറ്റ്സിനെയും പോലെ അവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. നമുക്കത് ഇവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. നമസ്കാരം, എൻ്റെ പേര് അനന്യ. ഐ എം എ റേഡിയോ ജോക്കി കം ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. എൻ്റെ പേര് നദാശ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് ആയിഷ, ഞാൻ എറണാകുളം സ്വദേശിനിയാണ്, ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഇത്തവണ ഈ 21ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം ഒരു കാലത്ത് മാറ്റി നിർത്തിയ ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് പ്രത്യേക സൗകര്യം കൊണ്ടുവന്ന് അവരെ മറ്റുള്ളവരെ പോലെ തന്നെ ട്രീറ്റ് ചെയ്ത് അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ ഒരു ഉദ്യമത്തിന് എങ്ങനെ കാണുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ കമൽ സാറിനും കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിക്ക് ഒരു ഗ്രേറ്റ് താങ്ക്സ് പറയുന്നു. കാരണം ഇതിന് മുൻപ് ഇവിടെ നടന്ന പല ചലച്ചിത്രമേളകൾക്കും കഴിഞ്ഞ 20 വർഷം നടന്നതിൽ പല വേദികളിലും ഞങ്ങൾ ഇതിന് പുറത്ത് നിന്ന് മാത്രമേ ഇത് കാണാനിവിടെ വരുന്ന ആൾക്കാരെ ഇതിൻ്റെ ഉള്ളിൽ വരാനും ഇവിടെ എന്താ നടക്കുന്നതിന് പല ഫിലിംസ് കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ബട്ട് ദിസ് ദ ഫസ്റ്റ് ടൈം വി ആർ ഹിയർ. അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് നമ്മളുടെ ഇടയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് LGBTIQ കമ്മ്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മൂവീസ് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിലുപരി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ക്ലാസിക് മൂവീസ് കാണാൻ ഇവിടെ വന്നിട്ട് ചലച്ചിത്ര പ്രവർത്തകരുമായിട്ട് കൂടുതൽ അടുത്തിടപഴകാനായിട്ട് നമുക്കൊരു സ്പേസ് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അതിലുപരി FB പേജിൽ IFFK 2016 FB പേജിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലി നമ്മൾ കണ്ട മൂവീസിനെ കുറിച്ചും ഇവിടുത്തെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സ്പേസ് അവർ തന്നിട്ടുണ്ട് നമുക്ക് കമൻറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അതിലും ഒരുപാട് സന്തോഷമുണ്ട്. മെയിൽ ഫീമെയിൽ പോലെ തന്നെ ഞങ്ങൾ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കോളം ആദ്യം ഒരു തേർഡ് ജെൻഡർ എന്ന് പ്ലാൻ ചെയ്തു, പക്ഷേ അത് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ അതേഴ്സ് എന്ന് കോളമാക്കി ഞങ്ങളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓരോ വ്യക്തിക്കും അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ വന്ന് ഇതുപോലത്തെ പൊതുവേദികളിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനും അവർക്കുള്ള അവകാശം സിനിമ കാണാനും സിനിമ ആസ്വദിക്കാനും അവരുടെ കമൻറ്റ്സ് രേഖപ്പെടുത്താനും ഫ്രണ്ട്സുമായിട്ട് ഇടപഴകാനും ഒക്കെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വന്ന് ചെയ്യാൻ മറ്റുള്ളവർക്ക് വേണ്ടിയും ഐഡൻറ്റിറ്റി മാറ്റാണ്ട് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വന്ന് ഇതുപോലത്തെ ഒരു വേദിയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഒരിക്കൽ കൂടി IFFK 2016 എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങളുടെ വക ഒരു ഗ്രേറ്റ് താങ്ക്സ്. ഇത്തവണ പ്രത്യേക ടോയ്ലറ്റ് സംവിധാനം ഒരുക്കുമെന്ന് ഒരു വാർത്ത കേട്ടിരുന്നു. അത്തരം സംവിധാനങ്ങൾ ഈ സിനിമയ്ക്ക് പുറമേയുള്ള മറ്റ് ഫെസിലിറ്റികൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം മെയിൽ ഫീമെയിൽ പോലെ തന്നെ നമ്മൾ പലയിടത്ത് പോയാലും പുരുഷൻ സ്ത്രീ അല്ലെങ്കിൽ മെയിൽ ഫീമെയിലത്തെ ഒരു ടോയ്ലറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളിൽ പലർക്കും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന പലർക്കും തന്നെ അവിടെ പോകുമ്പോൾ ഒരു ആശങ്കയാണ്, മെയിലിൽ കയറണോ ഫീമെയിലിൽ കയറണോ. കാരണം പബ്ലിക് അവരെ എങ്ങനെ നോക്കിക്കാണും, പബ്ലിക്കിൻ്റെ പ്രതികരണം എന്താണ്.